പിന്നെ ഇവിടെ ഒരു പൊതു ആശയമായി എടുക്കേണ്ടത് സമസ്ത പറയുന്നതാണ്. അല്ലെങ്കിൽ അതുപോലെ മുജാഹിദ് ജമാഅത്ത് അവരുടെ സംഘടന പറഞ്ഞാൽ നമുക്ക് അവരുടെ ഒരു പൊതു ആശയമായിട്ട് എടുക്കാൻ മതി. ഒറ്റപ്പെട്ട പ്രഭാഷകന്മാർ പ്രത്യേകിച്ചും ഈ ഐഡൻറ്റിറ്റി ഇല്ലാത്ത, തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ പൊതുസമൂഹത്തിന് നന്നായി അനുഭവിക്കുന്നുണ്ട്. കാരണം ഒരു തലപ്പാവുധാരിയായ ഒരാൾ, ഇപ്പം ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് മൊത്തം മുസ്ലിം സമുദായം ഏറ്റെടുക്കേണ്ട ഒരു സ്ഥിതിയുണ്ട്. ഞാൻ ഒരു സംഘടനയുടെ ഔദ്യോഗിക ആൾ എന്ന നിലക്ക് ഞാൻ പറയുന്നതിനൊരു ഉത്തരവാദിത്വം ഉണ്ട്, അതൊരു സത്യമാണ്. അതേസമയത്ത് ആര് പറഞ്ഞാലും, ഏത് മുസ്ലിയാരെന്ന് പോലും ഞാൻ പറയുന്നില്ല, കാരണം ഈ ഒരു വേഷം ധരിച്ച ആർക്കും എന്തും പറയാം, അതൊക്കെ മുസ്ലിം പറഞ്ഞതാണ് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ആശയമാണ് എന്ന് മനസ്സിലാക്കപ്പെടുന്ന ഒരു രീതിയുണ്ട്. അത് തിരുത്തപ്പെടണം. അതിന് എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ സോഷ്യൽ മീഡിയ കാലത്ത് ഇതുപോലെ ഒരുപാട് തലപ്പാവ് ധരിച്ച ഒരുപാട് പേര് പലതും പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. തലപ്പാവ് ധരിച്ചവർ പറയുന്നതോ കുരിശ് ധരിച്ചവർ പറയുന്നതോ പൊട്ടുതൊട്ടവർ പറയുന്നതോ ഒന്നും ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ ആശയത്തിൻ്റെയോ അവരുടെ ഒരു റെപ്രസെൻറ്റേഷനായിട്ട് എടുക്കാൻ പറ്റില്ല. അങ്ങനെ എടുക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ഇത് ഇപ്പൊ ഒരു വിധവയായ ഒരു മുസ്ലിം സ്ത്രീ ഷിംലയിൽ പോയിട്ട് മഞ്ഞിൽ ഇരിയുമ്പോൾ അവരൊരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടിരുന്നു. അതെ, അങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഒരാളിട്ടു, വേറൊരാളൊരു പ്രഭാഷണം ചെയ്തു, അങ്ങനെ എന്തെല്ലാം വിഷയങ്ങളുണ്ടാവും. നമ്മൾ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽസിൻ്റെ ഏതെങ്കിലും വാക്കിലുള്ള ഒരു പീസിനെ എടുത്ത് പറയുന്നതിന് പകരം നമ്മളൊരു ആശയത്തെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു സ്ത്രീ അങ്ങനെ യാത്ര ചെയ്യുന്നതും പോകുന്നതും ഒന്നും ഇസ്ലാമിൽ അങ്ങനെ ഒരു വിലക്കില്ല. അങ്ങനെ അല്ല, അതാണ് ചോദിക്കേണ്ടത്. ഇസ്ലാമിൽ ഈ വിഷയത്തെക്കുറിച്ച് എന്താണെന്നാണ് ചോദിക്കേണ്ടത്. അല്ലാതെ ഇന്നയാൾ ഇന്നത് പറഞ്ഞല്ലോ എന്ന് ചോദിക്കുന്ന രീതിക്ക് മാറ്റം വരണം. ഇസ്ലാമിൽ യാത്ര ചെയ്യുന്നതിന് വിലക്കില്ല. ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുതെന്ന് ഇസ്ലാം മാത്രമല്ലല്ലോ, അമ്മ പറഞ്ഞിട്ടില്ലേ സിനിമാ നടികൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുതെന്ന്. കാരണം അത് അപകടം. സെക്യൂരിറ്റി സിസ്റ്റം അത് വെച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ പോളിസി ഉണ്ടാകും. ഇസ്ലാമിൽ അങ്ങനെ ഒരു പോളിസി ഉണ്ട്. പെണ്ണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് അത് സുരക്ഷിതമല്ല. അതുകൊണ്ട് അവളുടെ കൂടെ സപ്പോർട്ടിന് ആളുണ്ടാകണം. അത് ഭർത്താവുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. പക്ഷെ നമ്മളിത് സംസാരിക്കുന്നത് സുനിത വില്യംസ് സ്പേസിൽ മാസങ്ങളോളം താമസിച്ച് തിരിച്ചു വന്ന ഒരു കാലഘട്ടത്തിലാണ്. നമ്മൾ ഈ സ്ത്രീ വില്യംസ് സ്വന്തമായിരുന്നു പോയത്? ഇല്ല, കൂടെ വേറൊരു പുരുഷനുണ്ടായിരുന്നു. രണ്ടാളാണോ? അല്ല, ഭർത്താവോ കുടുംബത്തിലുള്ള ആരോ കൂടെ ഉണ്ടായിരുന്നില്ല. ഒഫീഷ്യൽസ് ഉണ്ടാവും. മുസ്ലിം അല്ലല്ലോ. ഈ സുരക്ഷിതമല്ല എന്ന് പറഞ്ഞാൽ പുറത്തു പോകുന്ന എല്ലാ പെണ്ണിനും അപകടം ഉണ്ടാകും എന്നും അല്ലല്ലോ. നമ്മൾ ലൈസൻസ് എടുത്ത് പോകുന്നത് എപ്പോഴെങ്കിലും പോലീസ് കൈകാട്ടെന്ന് വിചാരിച്ചിട്ടല്ല. അപ്പോൾ അത് ഇൻസ്പെക്ഷൻ ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷേ യു ഷുഡ് ഹാവ് ദ ലൈസൻസ് വിത്ത് യു എന്ന്. അതുപോലെ സുരക്ഷിതത്വത്തിന് ആവശ്യമായ ഒരു നിലപാടുകൾ നമ്മൾ സ്വീകരിക്കുന്നത്, അതിൻ്റെ മാർഗങ്ങൾ സ്വീകരിക്കുന്നത് ഇവിടെ എന്തെങ്കിലും കൊള്ള നടക്കും എന്ന് വെച്ചിട്ടല്ല. ഇപ്പോൾ ഇവിടെയൊക്കെ CCTV ഒക്കെ ഉണ്ടാവും, പുറത്തൊക്കെ ഉണ്ടാവും. ഇവിടെ 100 വർഷമായി ക്യാമറ വെച്ചിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല, സംഭവിക്കില്ല. എവിടെയെങ്കിലും സംഭവിക്കും. അതിനുവേണ്ടിയാണ് ഈ സുരക്ഷിതത്വം, സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ടാക്കുന്നത്. അത്രേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ലോകം ഒരുപാട് ഇവോൾവ് ആയില്ലോ. അപ്പം മറ്റു രാജ്യങ്ങളിലാണെങ്കിലും കേരളത്തിൽ തന്നെ ആണെങ്കിൽ ഒരുപാട് സ്ത്രീകൾ ഒറ്റയ്ക്ക് പോയി പഠിക്കുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്. അപ്പം അത്രത്തിൽ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യുന്നത് നമുക്ക് അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? ഇല്ല, ആരും തടയുന്നില്ലല്ലോ. ഇസ്ലാം ഒരു പോളിസിയുണ്ട്, അത് ഇസ്ലാം പറയുന്നു. അത് അംഗീകരിക്കുന്നവർ അതനുസരിച്ച് ജീവിക്കുന്നു. അത് അംഗീകരിച്ചോളണം എന്ന് അങ്ങനെ ഇവിടെ ഒരു നിർബന്ധം ചെലുത്താൻ ആർക്കും സാധ്യമല്ലല്ലോ. ആർക്കും പോകാമല്ലോ. ഇതുമായിട്ട് ചേർത്ത് നിർത്തി പറയാൻ കഴിയില്ല. എന്നാലും കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു വാക്കുകൾ വല്ലാതെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ വാർത്തകളിലൊക്കെ നിറഞ്ഞായിരുന്നു. ഒരു കുട്ടി ശരിക്കും 4 വർഷത്തോളം ഗർഭാശയത്തിൽ നിൽക്കും. അത് ഇന്റൻഷനലി പറഞ്ഞാണോ അതോ അല്ല, അത് എത്രയോ വർഷം മുമ്പ് പറഞ്ഞതാണ്. അത് അന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഈ സിസേറിയൻ വർദ്ധിച്ചു വരുന്നു എന്നുള്ളൊരു ചർച്ച മൊത്തം നാട്ടിൽ നടക്കുന്നൊരു സമയത്താണ് പറഞ്ഞത്. അന്ന് ഞാനത് പറഞ്ഞത്, അതായത് ഈ സിസേറിയൻ ആളുകൾ പറയും ആശുപത്രിയുടെ കച്ചവടമാണ്, അല്ലെങ്കിൽ ഡോക്ടർമാർ പർപ്പസ്ഫുള്ളി ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞു അത് മാത്രമല്ല, അങ്ങനെ ഉണ്ടാവാം എവിടെയെങ്കിലുമൊക്കെ. അതേസമയത്ത് നിങ്ങളുടെ കൂടെ താല്പര്യമാണത്. നിങ്ങൾക്കൊരു ഡേറ്റ് കിട്ടിയാൽ ആ ഡേറ്റിന് തന്നെ പ്രസവിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിക്കും എന്നുള്ളൊരു ബേജാറ് ആളുകൾക്കുണ്ടാകുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ എത്ര ദിവസം നിൽക്കാം. അപ്പോൾ അതിന് ഞാനൊരു പഴയ കോട്ട് പറഞ്ഞതാണ്. ഇത് ഒരു അബൌട്ട് 12 centuries ബാക്ക്.
നല്ല ഡിസ്കഷൻ നടന്നൊരു സംഭവം, എത്ര കാലം വയറ്റിലൊരു കുട്ടി നിൽക്കും എന്നുള്ളത്. അപ്പോൾ അതിലെനിക്ക് കിട്ടിയൊരു കോട്ട് ഞാൻ പറഞ്ഞു 4 വർഷം വരെ നിൽക്കുമെന്ന്. അല്ലാതെ ഇനി മുതൽ നാളെ മുതൽ എല്ലാ സ്ത്രീകളും പ്രസവിക്കാൻ ദിവസം പൂട്ടി വരുന്നില്ലെങ്കിൽ 4 വർഷം വരെ കാത്തു നിൽക്കണം എന്നുള്ളൊരു കാര്യം അല്ല പറഞ്ഞത്. അതിലൊരു പ്രശ്നം അത് പറയേണ്ടത് മെഡിക്കൽ സയൻസ് ആണെന്നുള്ള. അതെ, ഇപ്പോൾ മെഡിക്കൽ സയൻസ് എന്താ പറയുന്നത്, എത്ര ദിവസം നിൽക്കുന്ന അതാ നോക്കേണ്ടത്. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു കാലത്ത് ആരെങ്കിലും എന്തും പറഞ്ഞാൽ എല്ലാവരും അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയണം എന്നുള്ളൊരു ധാരണ ഉണ്ട്. അന്ന് അങ്ങനെയല്ല ഉണ്ടായത്. അന്ന് ഒരു കുട്ടി 2 വർഷം കഴിഞ്ഞ് പ്രസവിച്ചാൽ ഇത് ആരുടെ കുട്ടിയാണെന്നാണ് വയ്ക്കുക. ഒരാൾ വിവാഹമോചനം നടത്തിയതിന് ശേഷം 2 വർഷം കഴിഞ്ഞ് കുട്ടി ജനിച്ചു. ഈ പെണ്ണ് വേറെ കല്യാണം കഴിച്ചിട്ടുമില്ല, അവിഹിത ബന്ധത്തിന് പോയിട്ടുമില്ല. എങ്കിൽ ഇയാളിലേക്ക് ഈ കുട്ടിയെ ചേർത്തി പറയാൻ പറ്റുമോ? അവിടെയാണ് ഈ ഡിസ്കഷൻ ഉടലെടുത്തത്. അപ്പോൾ ഒരാൾ 2 വർഷം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഉണ്ടാവില്ല എന്ന് പറയുന്നതിന് പകരം അന്നത്തെ ആളുകൾ നാടുനീളെ സഞ്ചരിച്ച് ജനങ്ങളെ അന്വേഷിച്ച് കുടുംബങ്ങളിൽ അന്വേഷിച്ച് പഠിക്കുകയാണ്, ഗവേഷണമാണ്. അപ്പോൾ അന്ന് ഒരാൾ പറഞ്ഞു, ഈ ഗ്രേറ്റസ്റ്റ് ഇസ്ലാമിക് സ്കോളറായിരുന്നു പ്രവാചക പത്നി ആയിഷ റളിയല്ലാഹു അൻഹ. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് 2 വർഷം വരെ നിൽക്കുള്ളൂ. അപ്പോൾ ഒരാൾ പറഞ്ഞു, അല്ല എൻ്റെ നൈബർ ഒരു പെണ്ണുണ്ട്, അവൾ 3 വർഷമായിട്ടാണ് പ്രസവിച്ചത്. സോ അത് അനുഭവമല്ല, അനുഭവത്തെ അനുമാനം കൊണ്ട് മാറ്റാൻ കഴിയില്ലല്ലോ. അപ്പോൾ വീണ്ടും അന്വേഷിച്ചു. അപ്പം 4 വർഷം വരെ നിന്നിട്ട് പ്രസവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് എന്ന് ബാഗ്ദാദിലെ ഒരാൾ പറഞ്ഞു. ഒരു കുടുംബം, ഒരു ട്രൈബ് തന്നെ മൊത്തം അങ്ങനെയാണ് പ്രസവിക്കുന്നതെന്ന്. അപ്പം അനുഭവത്തെ നമുക്കില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പം മാസം കാണൂല എന്ന് പറയുന്ന ദിവസം മാസം കണ്ടാൽ അതങ്ങനെ കാണൂല, അത് ചന്ദ്രനല്ല എന്ന് പറയുന്നത് പോലെ ആയിപ്പോകൂലേ. പക്ഷെ ഈ ചർച്ച വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ മലപ്പുറത്ത് ഒരു സ്ത്രീ, അതിലാണ് ഈ ചർച്ച വന്നത്. അപ്പൊ ഇതില് നമ്മളുടെ ഇതെന്താണ്, വീട്ടിൽ പ്രസവിച്ച പാർട്ടിയുടെ ആളുകളാണ് എൻ്റെ ഈ പഴയ പ്രസംഗം തപ്പിപ്പിടിച്ച് പുറത്തിട്ടത്. അത് അവർക്ക് അനുകൂലമാകുമെന്ന് കരുതിയിട്ട്. ഇസ്ലാമിൽ അങ്ങനെ വീട്ടിൽ നിന്നേ പ്രസവിക്കാവൂ എന്നുള്ള യാതൊരു ആശയവുമില്ല. ഇസ്ലാമിലുള്ളത് സുരക്ഷിതമായ സ്ഥലത്താവണം, പ്രസവം എടുക്കാൻ കഴിവുള്ള ആളുകൾ ഉണ്ടാവണം, അവിടെ അപകട സാധ്യത ഉണ്ടാകരുതെന്നാണ്. പിന്നെ ഹൈജീനൊക്കെ കൂടുതൽ നല്ലത് ആശുപത്രിയേക്കാളും വീടാണെന്ന് യൂറോപ്പിലൊക്കെ വല്ലാതെ ഇപ്പോൾ ഒരു ധാരണ പരന്നു വരികയും വീട്ടിൽ വെച്ച് പ്രസവിക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലും അങ്ങനെ വീട്ടിൽ നിന്ന് ജനിക്കുന്നവരുണ്ട്. നിങ്ങളൊക്കെ എവിടെ നിന്നാണ് ജനിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ വീട്ടിൽ നിന്ന് ജനിച്ചു. പ്രശാന്ത് എവിടെ നിന്ന് ജനിച്ചു? അന്ന് ഹോസ്പിറ്റലുണ്ടല്ലേ? എത്ര വയസ്സായി? 59. എൻ്റെ ഉണ്ടാവും. എൻ്റെ നാട്ടിൽ നമ്മുടെ ചെറുപ്പകാലത്തൊന്നും അങ്ങനെ ആശുപത്രിയിൽ പോകുന്നൊരു കാര്യമേ ഇല്ല, അപൂർവമായിട്ടേ പോകാറുള്ളൂ. കൃഷ്ണകുമാർ, നമ്മുടെ പഴയ കോയമ്പത്തൂർ ഫാർമസിയുടെ MD മരിച്ചുപോയി. പുള്ളി എന്നോട് പറഞ്ഞു, എൻ്റെ ഒരു ശിഷ്യൻ ആശുപത്രിയിൽ പോയിട്ട് വിളിച്ചു, പിന്നെ ചേട്ടാ കുഞ്ഞ് കഴുത്തിൽ കുടുങ്ങിയിട്ടുണ്ട്, ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറയുന്നത്, എന്ത് ചെയ്യണം? അപ്പോൾ കൃഷ്ണകുമാർ പറഞ്ഞു, ഞാൻ പറഞ്ഞു നിൻ്റെ വൈദ്യത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ കാത്തിരിക്കേ, കഴുത്ത് കുടുങ്ങിയാലേ തിരിച്ചു വരും. അവരെന്ത് മരുന്ന് കൊടുക്കാൻ പറഞ്ഞു, പ്രസവിച്ചു എന്ന് പറഞ്ഞു. അത് ഓരോ ആളുകളുടെ ധൈര്യവും അവർക്ക് അവരുടെ അതിലുള്ള വിശ്വാസവും പരിചയമൊക്കെയാണ്. അല്ലാതെ നമ്മൾ ഇന്ന സ്ഥലത്താവണം ആവണ്ട എന്ന് പറയാൻ നമ്മളാളല്ല. മതത്തിന് അതിൽ പ്രത്യേക നിയമമില്ല. എന്തായാലും അപകടത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന് മതത്തിൽ നിയമം ഉണ്ട്. നമ്മൾ ഈ കോഴിക്കോട് ഒരു റീസെന്റ് ഒരു കപ്പിൾ കുട്ടി ഉണ്ടാവുകയും അവർക്ക് ബർത്ത് രജിസ്ട്രേഷൻ കിട്ടാതിരിക്കുകയും കുറെ വാർത്തകൾ വരികയൊക്കെ ചെയ്തു. വീട്ടിലെ ഡെലിവറി ആയിരുന്നു. അത് കുട്ടി പ്രഗ്നന്റ് ആണെന്ന് ഒരിക്കലും പുറത്ത് ആരെയും അറിയിച്ചിട്ടില്ല, ആശാവർക്കന്മാർക്ക് അറിയില്ല, കോർപ്പറേഷൻ അറിയില്ല. അങ്ങനെ ഒരു കുട്ടി ജനിക്കുകയും അവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കുകയും ചെയ്തു. അപ്പൊ കോർപ്പറേഷൻ ചോദിക്കുന്നത് അത് നിങ്ങളുടെ കുട്ടിയാണെന്നുള്ളതിന് എന്താ, ഒരു കോർപ്പറേഷനെ അറിയിക്കണമല്ലോ, ഒരു കുട്ടി ജനിച്ചാൽ അറിയിക്കണം, അല്ലെങ്കിൽ പ്രഗ്നന്റ് ആണെങ്കിൽ അറിയിക്കണം. വന്ന് ചോദിക്കുമ്പോഴൊക്കെ അവരതൊരു രഹസ്യമാക്കി വെക്കുകയും പിന്നീട് കുട്ടി ഉണ്ടാവുകയും അവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് നമ്മൾ അധികം കണ്ടുവരുന്നത് മലപ്പുറം, കോഴിക്കോട് ഭാഗങ്ങളിലാണ്. അതിൽ തന്നെ മതം എടുത്ത് പറയുകയാണെങ്കിൽ അതിൽ മുസ്ലിംസ് ആണ് കൂടുതലും ഇതിൽ വരുന്നതും. അപ്പൊ ഇങ്ങനൊരു ഈ ഒരു ട്രെൻഡ് കൂടിക്കൂടി വരിക ചെയ്യുന്നത്.
അപ്പൊ അവരോട് എന്താ പറയാനുള്ളത്? കൂടിക്കൂടി വരികയാണോ കുറഞ്ഞു വരികയാണോ എന്ന് നോക്കണേ. കാരണം അതൊക്കെ സർവേയുടെ അടിസ്ഥാനത്തിൽ പറയേണ്ടതാ. മറ്റൊന്ന്, ഈ വീട്ടിൽ പ്രസവിക്കുന്നത് എത്രമാത്രം ഉണ്ട്, അതിൽ എത്ര സേഫായിട്ട് പ്രസവിക്കുന്നുണ്ട്, ആശുപത്രിയിൽ എത്രയുണ്ട്, അതിലെത്ര സേഫായിട്ട് പ്രസവിക്കുന്നുണ്ട്, അതൊക്കെ ഗവൺമെന്റ് കണക്ക് അത് നോക്കി ഡേറ്റ പറയേണ്ടത്. വെച്ചിട്ട് തന്നെയാണ് പറയുന്നത്. IME ഒക്കെ പ്രസ് കോൺഫറൻസ് നടത്തുകയും ആ, ചെയ്തതാണ്. അതിലെന്താ പറഞ്ഞത്? ഈ വർഷം തന്നെ 3 കുട്ടികൾ സ്ത്രീകൾ മരിക്കുകയുണ്ടായി വീട്ടിൽ വെച്ച് പ്രസവം നടത്തിയിട്ട്. ആശുപത്രിയിൽ നിന്ന് എത്ര സ്ത്രീകൾ മരിച്ചു എന്ന് പറഞ്ഞോ? ആശുപത്രിയിൽ വെച്ചിട്ടും മരിക്കുന്നുണ്ട്. എത്ര മരിച്ചു? അത് പക്ഷെ നമ്മൾ വിളിച്ചു വരുത്തുന്ന മരണങ്ങളല്ല, കോംപ്ലിക്കേഷൻസ് അങ്ങനെയല്ല, നമ്മൾ ഞാൻ ശ്രമിക്കാനായിട്ട് പറഞ്ഞ അത്രേ ഒന്നുമല്ല. ഉള്ളൂ. ഞാൻ ഈ വാദത്തിന്റെ കൂടെ നിൽക്കുകയല്ല, ഞാൻ ഈ കോൺട്രവേഴ്സിയുടെ പശ്ചാത്തലത്തിലാണ് പറയുന്നത്. നമ്മൾ അതാണ് ശരി ഇതല്ല ശരി എന്നൊന്നും പറയാൻ നമുക്ക് കഴിയില്ല. അതിൻ്റെ ആളുകളാണ് പറയേണ്ടത്. ഇത് ഒരു സ്ത്രീ പ്രസവിക്കുന്ന ഒരു സ്ത്രീക്ക് അതിലൊരു റൈറ്റ് ഉണ്ടാവുമല്ലോ, എവിടെ ഉണ്ടാവും. പ്രസവിക്കണം Yes, വേണ്ട yes, എന്നുള്ളതിനെ പറ്റിയിട്ട്. സ്ത്രീക്ക് റൈറ്റ് ഉണ്ടാവും, അതിനെ ചോദ്യം ചെയ്യാൻ എനിക്ക് അവകാശമില്ല. സ്ത്രീ പറയാണ് എനിക്ക് വീട്ടിലാണ് പ്രസവിക്കേണ്ടത്, എങ്കിലും ഭർത്താവിനും കുടുംബത്തിനും നിർബന്ധിക്കാം വീട്ടിൽ പ്രസവിച്ചാൽ അത് സുരക്ഷിതമല്ല, നേരെ ആശുപത്രിയിൽ തിരിച്ചു ആവാലോ. ഒരു സ്ത്രീക്ക് ആശുപത്രിയിൽ പ്രസവിക്കണം എന്ന് ആഗ്രഹിച്ചാൽ കൊണ്ടുപോകാത്ത ഭർത്താക്കന്മാരുടെ കേസസ് ആണ് നമ്മൾ 1-2 കേസ് ഇത്തവണ കണ്ടത്. ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. പെണ്ണിൻ്റെ താല്പര്യമാണ് ആ വിഷയത്തിൽ പരിഗണിക്കേണ്ടത്. അങ്ങനെ പിന്നെ ഈ വാർത്തകൾ പറയുമ്പോഴേ, ഇപ്പം മരിച്ച പെണ്ണ് വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. ആരാ പറഞ്ഞത്? മരിച്ചതിന് ശേഷം അവൾ പറഞ്ഞതാണോ, അല്ലെങ്കിൽ അത് കേട്ട് വേറെ ആരെങ്കിലും പറഞ്ഞതാണോ? ഇതൊന്നും ഉണ്ടാവില്ല. സോഷ്യൽ മീഡിയ വാർത്തകൾക്ക് അങ്ങനെ ഒരു എൻഡ് ഉണ്ടാവില്ല. അങ്ങനെ പ്രശ്നമുണ്ട്.